أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أرأيت إن كان على الهدى അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സൂറ അലക്കിലെ 12-ാമത്തെ വചനമാണ് നാം ശ്രവിച്ചത്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: നീ ചിന്തിച്ചിട്ടുണ്ടോ അവൻ സന്മാർഗത്തിലാണെങ്കിലോ. ഈ ആയത്തിനെ വിവരിച്ചുകൊണ്ട് സയ്യിദുനാ ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ അവസരത്തിൽ അബൂജഹലിൻ്റേതുപോലുള്ള സ്വഭാവ ദൂഷ്യമുള്ളവരിൽ നിന്നും ഉന്നയിക്കപ്പെടുന്ന ആരോപണമാണ് ഞങ്ങൾ ആരാധന തടഞ്ഞു എന്ന് പറയുന്നത് ശരിയല്ല. തീർച്ചയായും നിങ്ങൾ ആരാധിക്കുന്നത് കൊണ്ട് നമുക്ക് യാതൊരു കുറവും ഉണ്ടാവുകയില്ല. നമ്മുടെ സമൂഹത്തിനും ഒരു നഷ്ടവും സംഭവിക്കുകയുമില്ല. ഭരണത്തിനോ വ്യവസ്ഥിതിക്കോ കോട്ടം സംഭവിക്കില്ല. എന്നാൽ ആരാധന നടത്തുന്നവനാണ് നഷ്ടം സംഭവിക്കുക. ഞങ്ങൾക്ക് അത് മോശമായി തോന്നിയതുകൊണ്ടാണ് തടഞ്ഞത്. നമുക്ക് താങ്കളോടുള്ള സ്നേഹവും സഹതാപവും കൊണ്ടാണ് തടഞ്ഞത്. ഇതിന് മറുപടിയായിക്കൊണ്ട് അള്ളാഹു പറയുന്നു, അറായിത്ത ഇൻകാന അലൽ ഹുദ, നമ്മുടെ ദാസൻ സന്മാർഗത്തിലാണോ എന്ന് പറഞ്ഞു തരിക. അതിനർത്ഥം തീർച്ചയായും അവൻ സന്മാർഗത്തിലാണ്. ഇതും ഭാഷാപ്രയോഗത്തിലെ ഒരു ശൈലിയാണ്. ഇൻകാന അലൽ ഹുദ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇൻകാന മുഹമ്മദുൻ ഔ ഇൻകാനൽ അബ്ദുൽ മുസ്വല്ലി അലൽ ഹുദ, അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മെ ആരാധിക്കുന്ന നമ്മുടെ ദാസരും സത്യവാന്മാരാണെങ്കിൽ അവരെ തടയുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും. ആരാധനയിൽ നിന്നും തടയുന്നവർ തങ്ങളുടെ ചെയ്തിയെ ന്യായീകരിച്ചുകൊണ്ട് പറയുന്നത് അവരെ നാം നരകത്തിൽ അകപ്പെടാതിരിക്കാനാണ് തടയുന്നത് എന്നാണ്. ഇങ്ങനെ പറയുന്നവർ ഒരിക്കലും അള്ളാഹുവിൻ്റെ കഠിന ശിക്ഷയ്ക്ക് ഇരയാവാതിരിക്കട്ടെ. ഇക്കാര്യങ്ങൾ യഥാർത്ഥത്തിൽ മരണശേഷമുള്ള ജീവിതവുമായി ബന്ധമുള്ളതാണ്. അതിനെക്കുറിച്ചുള്ള അറിവ് നിങ്ങൾക്കോ നിങ്ങളുടെ പൂർവ്വ പിതാക്കൾക്കോ ഇല്ല. സ്വന്തം അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഊദുബില്ലാ സത്യവാനല്ല എന്ന് മനസ്സിലാക്കിയാൽ പോലും ആരാധനയിൽ നിന്നും തടയാനുള്ള അവകാശം നിങ്ങൾക്കില്ല. കാരണം ഇതിനെക്കുറിച്ചുള്ള ശരിയായ അറിവ് നിങ്ങൾക്കില്ലാത്തിടത്തോളം അതിൽ തീർപ്പ് കൽപ്പിക്കുക സാധ്യമല്ല. സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലും ആരാധനയിൽ നിന്നും തടയാനുള്ള അധികാരം നിങ്ങൾക്കില്ല. സ്വന്തം തോന്നലുകളെ മുറുകെ പിടിച്ചുകൊണ്ട് ആരാധനയിൽ നിന്നും തടയാനുള്ള അവകാശം എവിടുന്നാണ് ലഭിച്ചത്? ഇനി അദ്ദേഹം, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവാനാണെങ്കിൽ അദ്ദേഹത്തെ ആരാധനയിൽ നിന്നും തടയുന്നവർ തെറ്റുകാരുടെ ഗണത്തിൽ പെടുകയില്ലേ? ഒരു പ്രവൃത്തിയെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവുണ്ടെങ്കിൽ തീർച്ചയായും ആ പ്രവൃത്തി ചെയ്യുന്നത് ദോഷമുണ്ടാക്കുമെങ്കിൽ അത് അനുവർത്തിക്കുന്നവരെ അതിൽ നിന്നും തടയാൻ സാധിക്കും. ഉദാഹരണത്തിന്, ഒരു കുട്ടി കിണറിലേക്ക് വീഴാനുള്ള സാഹചര്യമുണ്ട്. എന്നാൽ ആ കുട്ടിയുടെ മാതാപിതാക്കൾ അടുത്തില്ല എങ്കിൽ പോലും അത് കണ്ടു നിൽക്കുന്നവർ ആ കുട്ടിയെ സംരക്ഷിക്കും. അതിൽ വീണാലുണ്ടാവുന്ന അവസ്ഥ അറിയാവുന്നത് കൊണ്ടാണ് അവർ അങ്ങനെ ആ കുട്ടിയെ സംരക്ഷിക്കുന്നത്. മറ്റൊരു ഉദാഹരണം, സെയ്ദ് എന്ന വ്യക്തി തനിക്ക് ലാഭമുണ്ടാവും എന്ന ഉദ്ദേശത്തോടെ കച്ചവടം ചെയ്യുന്നു. ആ സമയത്ത് ബക്കർ എന്ന വ്യക്തി സെയ്ദിനെ കച്ചവടം ചെയ്യുന്നതിൽ നിന്നും തടയുന്നു. അത്തരം സാഹചര്യത്തിൽ തീർച്ചയായും ബക്കറിനുമേൽ നടപടിയുണ്ടാവും. ഒരു കാര്യത്തെ സംബന്ധിച്ച് യഥാർത്ഥ ജ്ഞാനമില്ലാതെ അവൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്നും തടയുക എന്നത് വിഡ്ഢിത്തമാണ്. ഇവിടെ പറഞ്ഞു വരുന്ന വിഷയം ആരാധനയെ സംബന്ധിച്ചാണ്. നിഷേധികൾക്ക് ആരാധനയെക്കുറിച്ച് ജ്ഞാനമില്ലാതെ എങ്ങനെയാണ് അവർ ആരാധിക്കുന്നവരെ തടയുക? അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, നിങ്ങൾ പറയുന്ന വാദം തെറ്റാണ്. അള്ളാഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവും അറിവുമുണ്ട്. അതിനാൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്ന ആരാധനയാണ് മനുഷ്യൻ്റെ നിലനിൽപ്പിന് അനിവാര്യം. ആരാധനയിൽ നിന്നും തടയാനുള്ള അധികാരം നിങ്ങൾക്കില്ല. നിങ്ങൾ പറയുന്ന ഒരു കാര്യത്തിലും ദൃഢതയില്ല. തോന്നലുകളെ മുൻനിർത്തിയുള്ള പ്രവർത്തനം മാത്രമാണ് നിങ്ങളുടേത്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദ്.